നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും വരാറുള്ള ഒരു വലിയ പരാതിയുണ്ട്. എനിക്കതില്ല, ഇതില്ല, മറ്റുള്ളവർക്കൊക്കെ എല്ലാം കിട്ടുന്നുണ്ട്, എനിക്ക് മാത്രമൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ. ഇതിനിടയിൽ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന് ചിന്തിക്കാറുണ്ടോ? പുതിയൊരു ദിവസം കിട്ടുന്നുണ്ട്, ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, അവസരങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ശരിയല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ നമ്മൾ നമ്മുടെ കുറവുകളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ അറിയാതെ തന്നെ അസൂയ, ദേഷ്യം, സ്ട്രെസ്, വിഷാദം എന്നിവയിലേക്ക് നമ്മൾ വീണു പോകുന്നു. നമ്മൾ പലപ്പോഴും ഇല്ലാത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഉള്ളതിൻ്റെ മൂല്യം മറന്നു പോകുന്നു. ഈ ഒരു മാറ്റം, ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിലേക്കുള്ള ശ്രദ്ധയുടെ മാറ്റം, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ള മനോഭാവം. ന്യൂറൽ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ തലച്ചോറിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നാണ്. പലരും വിചാരിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും തരുമ്പോൾ വെറുതെ ഒരു താങ്ക്സ് പറയുന്നത് എന്നാണ്. എന്നാൽ അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. യഥാർത്ഥ കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്നത് ഒരു ഇമോഷനാണ്, ഒരു തിരിച്ചറിവാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിലുള്ള നല്ല കാര്യങ്ങളെ കണ്ടെത്തുകയും അതിനോട് മനസ്സുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത്. ജീവിതത്തിൽ നല്ലതായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായി എടുത്തു കാണിക്കാതെ അതിൻ്റെ മൂല്യം തിരിച്ചറിയുക എന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 2 കാലുകളുണ്ട്, പക്ഷെ നടക്കാൻ കഴിയാത്ത ഒരാൾക്ക് അതൊരു സ്വപ്നം മാത്രമായിരിക്കും. നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, പക്ഷെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് അതൊരു അത്ഭുതമായിരിക്കും. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു, ലോകത്ത് അനേകം ആളുകൾക്ക് ആ അവസരം ലഭിച്ചിട്ടില്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളുടെ മഹത്വം തിരിച്ചറിയാനുള്ള കഴിവാണ്. അതൊരു ഇമോഷനാണ്, അതൊരു ശീലമാണ്, അതിലുപരി ജീവിതത്തെ കാണുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ശാസ്ത്രം പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആത്മീയ ആശയം മാത്രമല്ല എന്നാണ്. ഇതിനു പിന്നിൽ ശക്തമായ ശാസ്ത്രീയ വശങ്ങളുണ്ട്. നമ്മൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ, സെറോട്ടോണിൻ എന്നീ ഫീൽ ഗുഡ് കെമിക്കൽസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയാണ് സന്തോഷം, സമാധാനം എന്നിവയുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കൾ. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സന്തോഷം അനുഭവപ്പെടുന്നത്, മാനസിക സമ്മർദ്ദം കുറയുന്നത്, ആങ്സൈറ്റി കുറയുന്നതും നല്ല ഉറക്കം ലഭിക്കുന്നതും. മറ്റൊരു ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിലെ സാഹചര്യം മാറുന്നതിന് മുൻപ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ അനുഭവത്തെ മാറ്റുന്നു. പുറത്തുള്ള ലോകം അതുപോലെ തന്നെയായിരിക്കും, പക്ഷെ അതിനെ കാണുന്ന നമ്മുടെ മനസ്സ് മാറും. നമ്മുടെ തലച്ചോറിന് സ്വാഭാവികമായ ഒരു കുഴപ്പമുണ്ട്. അതിനെ നെഗറ്റിവിറ്റി ബയാസ് എന്ന് വിളിക്കാം. അതായത് ജീവിതത്തിൽ 10 നല്ല കാര്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ തലച്ചോർ എപ്പോഴും ശ്രദ്ധിക്കുക നടക്കാതെ പോയ ഒരു മോശം കാര്യത്തിലായിരിക്കും. ഈ നെഗറ്റിവിറ്റി ബയസിനെ തകർത്ത് ജീവിതത്തിലെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഒരു റീപ്രോഗ്രാമിംഗ് പ്രക്രിയയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ലളിതമായി പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ നാച്ചുറൽ ആൻറ്റി ഡിപ്രസൻറ്റ്. പതിവായി കൃതജ്ഞത ശീലിക്കുന്ന ഒരാൾക്ക് അയാളുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും ഇത് കൂടുതൽ ഉറക്കത്തിനും സ്ട്രെസ് കുറയ്ക്കാനും സഹായകമാകും എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് സന്തോഷം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് മാത്രമാകില്ല. പലപ്പോഴും നമുക്കുള്ളതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിലയിരുത്തുന്നതും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ആളുകളെ വിലമതിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നു. ഒരു ചെറിയ നന്ദി പോലും ചിലപ്പോൾ ഒരു ബന്ധത്തെ മാറ്റിമറിക്കും. പ്രശ്നങ്ങൾക്കിടയിലും നല്ല കാര്യങ്ങൾ കാണാനുള്ള കഴിവ് നമ്മുടെ മാനസിക പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും അതുവഴി നമ്മുടെ മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അത് നമ്മുടെ സെൽഫ് ലവും സെൽഫ് കോൺഫിഡൻസും കൂടാൻ സഹായിക്കുന്നു. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. ഇതിനുള്ള ഒന്നാമത്തേതും ഏറ്റവും ശക്തവുമായ വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഡയറിയും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതും നിങ്ങൾക്ക് നന്ദി തോന്നുന്നതുമായ 3 കാര്യങ്ങൾ അതിലെഴുതുക. അത് വളരെ വലിയ കാര്യങ്ങളാകണമെന്നില്ല. ഉദാഹരണത്തിന്, എന്നെ സ്നേഹിക്കുന്നൊരു കുടുംബം എനിക്കുള്ളതിന് നന്ദി. ഇന്ന് സുരക്ഷിതമായി ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന് നന്ദി. അതുപോലെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞതയോടെ അക്കാര്യങ്ങളെ ഓർക്കുക. ഇങ്ങനെ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോർ
പകൽ സമയത്ത് മുഴുവൻ രാത്രി എഴുതാൻ വേണ്ടി ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ തിരയാൻ തുടങ്ങും. പോസിറ്റീവ് സൈക്കോളജിയുടെ പിതാവായ മാർട്ടിൻ സെലിഗ്മാൻ കണ്ടെത്തിയ വളരെ മനോഹരമായ ഒരു പരീക്ഷണമാണിത്, ഗ്രാറ്റിറ്റ്യൂഡ് വിസിറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് കാരണമായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാകും. നമ്മുടെ അധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അങ്ങനെ പലരും. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ അവരോട് നന്ദി പറയാൻ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഈ ആഴ്ചയിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തുക. അവർ ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കത്തെഴുതുകയോ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക. സാധ്യമെങ്കിൽ അവരെ നേരിട്ടൊന്നു പോയി കണ്ട് സംസാരിക്കുക. ഇത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം നിങ്ങളിൽ മാത്രമല്ല ആ വ്യക്തിയിലും വലിയൊരു പോസിറ്റീവ് മാറ്റമുണ്ടാക്കും. മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കാൻ ഇതിലും മികച്ച മറ്റൊരു വഴിയില്ല. ജീവിതത്തിൽ കഠിനമായ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ നന്ദിയുള്ളവരായിരിക്കാൻ കഴിയും? അവിടെയാണ് യഥാർത്ഥ മാറ്റം. ഇതിനെ റീഫ്രെയിമിംഗ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പരാതികളെ, നമ്മുടെ കംപ്ലയിൻസിനെ കൃതജ്ഞതയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന്, ഓഫീസിലൊന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, മടുത്തു എന്ന് പരാതിപ്പെടുന്നതിന് പകരം ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് വരുമാനമുള്ളൊരു ജോലി തന്നതിന് നന്ദി എന്ന് സ്വയം ചിന്തിക്കുക. വീടെപ്പോഴും വൃത്തികേടായി കിടക്കുന്നു, കുട്ടികളെല്ലാം വലിച്ചു വാരിയിടുന്നു എന്ന് പരാതിപ്പെടുന്നതിനേക്കാൾ നല്ലത് എൻ്റെ വീട്ടിൽ ശബ്ദമുണ്ടാക്കാൻ എൻ്റെ കൂടെ കുട്ടികളുള്ളതിന് നന്ദി എന്ന് ചിന്തിക്കുക. ഇത് പ്രശ്നങ്ങളെ അവഗണിക്കലല്ല, പകരം ആ പ്രശ്നങ്ങൾക്കിടയിലും നമുക്കുള്ള ഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് മനസ്സിന് ധൈര്യം നൽകലാണ്. ഇത് നമ്മുടെ പ്രതിരോധശേഷി അല്ലെങ്കിൽ റെസിലിയൻസ് വർദ്ധിപ്പിക്കും. ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ഒരു ജനറ്റിക്സ് അല്ല, അതൊരു ശീലമാണ്. ജിമ്മിൽ പോയി മസിൽ വളർത്തുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ മസിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് നിർത്തി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നന്ദി പറഞ്ഞു തുടങ്ങും. അപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് നന്ദി പറയാൻ തക്കവണ്ണം കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മാനസികാരോഗ്യവും ജീവിതശൈലിയും കൂടുതൽ മികച്ചതാക്കാനുള്ള ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾക്കായി ന്യൂറൽനെസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.